മാനവത്തിൻ ചില്ലയിൽ വാർപ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സൗപന്നാപരമ്മ സൗഹൃദസിദ്ധികൾ സൗപന്നാപരമ്മ സുരഭില ജീവിതമാധുരി വിശ്വ സമസ്തമരുകയല്ലോ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവത്തിൻ ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ, സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളുടെ കൈകളിണങ്ങിടട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവകത്തിൻ ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ. ഉദ്ഘാടനം കൂടി നമ്മൾ നിർവഹിച്ചിരിക്കുകയാണ്. അപ്പൊ പ്രകൃതിയെ അറിയുക, പ്രകൃതിയെ കൂടുതലായിട്ട് അറിയുക, പ്രകൃതിയിൽ വരുന്ന ചൂഷണങ്ങളെ കുറിച്ച് ബോധവാന്മാരാകുക, അതിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ പാസ് ഔട്ടായി റാങ്ക് ജേതാക്കളായിട്ടുള്ള പ്രിയപ്പെട്ട 2 പേര്, 3 പേരാണ് യഥാർത്ഥത്തിലുള്ളത്, 2 പേര് നമ്മൾക്ക് ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പ്രസ്തുത എഴുത്തുകാരി KK മീര എഴുതിയ ഒരു ഫേസ്ബുക്ക് കുറിപ്പില് അധ്യാപകർ കടന്നുപോയ വഴി ഏത് ജീവിതത്തിലുള്ളത് മറ്റുള്ളവർക്ക് മുമ്പിൽ പറഞ്ഞു വയ്ക്കാനാകുന്ന വസ്തുത ഇന്നത്തെ ഈ സുന്ദര നിമിഷത്തില് നമുക്ക് അക്ഷരലോകത്തിലേക്ക് നിങ്ങളെ നടന്നയക്കുവാണ്. ചെയ്യാണ്. എന്റെ കൂടെ പഠിച്ചിരുന്ന ട്രേഡിൽ ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നു. അപ്പൊ എന്റെ കൂടെ പഠിച്ചിട്ടുള്ളത് 78-80 കാലഘട്ടത്തിലുണ്ടായിരുന്നു.
ഏറ്റവും ബഹുമാനപ്പെട്ട അസിസ്റ്റന്മാരെയൊക്കെ ഏറ്റവും ആദരണീയനായ നമ്മുടെ ഇന്നത്തെ ഈ നല്ല പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് മെമ്പർ കണ്ണമ്മ ടീച്ചർ, ഏറ്റവും ബഹുമാനപ്പെട്ട അടൂർ എമിനേറ്റ് സയൻസ് ക്ലബിന്റെ പ്രസിഡന്റും എന്റെ പ്രിയ സുഹൃത്തുമായ സന്തോഷ് സാർ, അതുപോലെ തന്നെ ശരണ്യമാണ് ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ, ഇന്ന് നമുക്ക് നല്ലൊരു ക്ലാസ് നിലവിലേക്ക് എത്തിയിരിക്കുന്ന നമ്മുടെ ഫാക്കൽറ്റി, പ്രിയപ്പെട്ട നല്ലവരായ ഇവിടുത്തെ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ലയൺസ് ഓഫ് ഇന്റർനാഷണലിന്റെ ഏതാനും പ്രോഗ്രാമുകളിൽ 2-3 ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോഗ്രാം, അതുപോലെ തന്നെ യൂത്ത് എംപവർമെന്റ് ആയി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാം, കുട്ടികൾക്ക് വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി മനോരമ ദിനപത്രം കുട്ടികൾക്ക് തന്നുകൊണ്ടുള്ള ഒരു പ്രോജക്ട്, ഇങ്ങനെ 3 പ്രോജക്റ്റുകളാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. നിങ്ങൾ ലയൺസ് ഇന്റർനാഷണലിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. ലോകത്തൊരിടത്തും കാഴ്ചയില്ലാത്ത ഈ മഴ കണ്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താണെന്നറിയാം, ദുബായിൽ മഴയില്ല. അതിന്റെ റീസൺ അറിയാം നിങ്ങൾക്ക്? ദുബായിൽ എന്താ മഴയില്ല? ഉറക്കം പറയും. അതൊരു ഡെസേർട്ടാണ്, മരുഭൂമിയാണ്. ഈ മഴയൊക്കെ ഞങ്ങൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ ഇതുപോലത്തെ മഴ കണ്ടിട്ടേ ഇല്ല. ഒരു വർഷത്തിൽ കൂടുതലായി ഇതുപോലത്തെ ഒരു മഴ കണ്ടു. അതുകൊണ്ട് ഞങ്ങൾ ദുബായ് അടൂർ എമിറേറ്റ്സ്, ദുബായിലുള്ള അടൂർ എമിറേറ്റ്സ് ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് വളരെ വളരെ സന്തോഷമാണ്. ഞങ്ങൾക്ക് ഈ സ്റ്റുഡന്റ് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞങ്ങൾ പറയുന്ന 3 കാര്യങ്ങളാണ്. അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ, ഒന്ന് പർപ്പസ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു ലക്ഷ്യം വേണം. ഏതൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു ലക്ഷ്യം വേണം. ആ പർപ്പസ് നമ്മളത് ഒരു പെർസ്പെക്റ്റീവ് ആയിട്ട്, പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു കാഴ്ചപ്പാട്. അപ്പൊ ഈ കാഴ്ചപ്പാട് എങ്ങനെ വരുന്നത്? നമ്മൾ ന്യൂസ് പേപ്പർ, നമ്മൾ മീഡിയയിൽ ഇന്ററാക്ട് ചെയ്ത് നമ്മുടെ നോളജ് ഇൻക്രീസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ പ്രിൻസിപ്പൽ പറഞ്ഞ പോലെ നിങ്ങൾ ഡെയിലി 3 ഹെഡ്ലൈൻസ് മിടുക്കനായിട്ട് പഠിച്ച് നല്ല ഗ്രേഡ് വാങ്ങിച്ച് അവസാനം കോളേജിൽ പോയി ചേർന്നു. അവന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ കോഴിപ്പടി അടുത്താണ് അവന് പഠനത്തിനുള്ള വക കണ്ടെത്തുന്നത്. പക്ഷെ അവന് കോളേജിൽ നിന്ന് കുറച്ച് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അധ്യാപകർ പറയുന്നത് കേൾക്കണ്ട, അതുപോലെ തന്നെ വീട്ടുകാർ പറയുന്നത് കേൾക്കണ്ട, കുറച്ച് കുഴപ്പാൻ തുടങ്ങി. ലഹരി ഉപയോഗം തുടങ്ങിയിട്ട് കുറെ കഴിഞ്ഞപ്പോൾ അവനെന്ത് സംഭവിച്ചു? അനിവാര്യമായ കാര്യം സംഭവിച്ചു. ക്യാൻസർ പിടിച്ചു. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുകൊള്ളുക. എനിക്ക് പറയാനുള്ളത് ഈ ചിത്രവും നൽകുന്ന സന്ദേശം തന്നെയാണ്. ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്നു. നിങ്ങൾ കണ്ടെത്തുന്ന ഉത്തരങ്ങൾ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഇത് പ്രകാശമായി. ഞാൻ വിളിക്കാം. അതായത് ഈ നമ്മുടെയൊക്കെ ഉള്ളിൽ ചില ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട്. അത് മാറ്റിക്കളയാൻ നമുക്ക് വലിയ അച്ചീവ്മെന്റ്സ് എടുക്കാൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ആനയെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആന അല്ലെ? ആനയെ നമ്മൾ തലപിടിക്കാൻ കൊണ്ടുപോകും, അമ്പലത്തിലൊക്കെ എടുത്തിരിക്കാനൊക്കെ കൊണ്ടുപോകും. ആനയ്ക്ക് നല്ല ശക്തിയുണ്ട് അല്ലെ? ഒന്ന് സീക്കാൻ പാപ്പാനൊക്കെ തെറിച്ചു പോകും അല്ലെ? നൂതിയാണ്. പക്ഷെ ഈ എലുമ്പ് പിടിച്ചിരിക്കുന്ന പാപ്പാൻ ആനയോട് അല്ലെ അങ്ങോട്ട് മാറുന്നില്ല, ഇങ്ങോട്ട് മാറുന്നില്ല, അതെടുക്കുക ഇതെടുക്കുക എന്താ പറഞ്ഞാലും ആന അനുസരിക്കുന്നു. ആനയെ ഒരു ചെറിയ സങ്കലങ്ങൾ ചുമ്മാ വെച്ചാൽ മതി. അവിടെ ആനയ്ക്ക് വേണമെങ്കിൽ തൊട്ട് തൊഴിലെടുത്താൽ സങ്കലം പൊട്ടിപ്പോകും
അല്ലേ? വേണ്ട മരം വേണം മറിച്ചിട്ട് വേണം ആന കൂടി പോകാൻ, കാട്ടിലെ ജോലി ചെയ്യാൻ കറി പിടിക്കാതെ. പക്ഷെ ആന ഒരിക്കലും ആ ചങ്ങല പൊട്ടിക്കുകയോ മടി പിടിച്ച് കാട്ടിലേക്ക് കൂടെ പോവുകയോ ചെയ്യുന്നില്ല. അനുസരണയോടെ തടി പിടിക്കുന്നു, എന്നാ പറഞ്ഞാലും ചെയ്യും, മറ്റൊക്കെ ചെയ്യും അല്ലേ? അതിന് കാരണം അറിയാവോ? ആനയുടെ ഉള്ളിൽ ഒരു തെറ്റായ വിശ്വാസമുണ്ട്, എനിക്ക് ഈ ചങ്ങല പൊട്ടിക്കാൻ പറ്റിയത്. അതുകൊണ്ട് പൊട്ടിക്കാത്ത ശക്തി ഇല്ലായിട്ടല്ല. നിങ്ങളിപ്പോ ചിന്തിച്ചില്ലേ, എനിക്ക് 50 ഡബ്ല്യൂ എഴുതാൻ തക്കോന്ന് ചിന്തിച്ചു, പക്ഷെ എല്ലാവരും 60 കൂടി എഴുതി വെച്ചു എന്ന് പറഞ്ഞ പോലെ ആനയും ആനയുടെ ശക്തിയെ കുറച്ച് കാണുകയാണ്. അതിന് കാര്യം എന്താ പറയാവോ? അതൊരു പ്രോഗ്രാമിംഗ് ആണ്. ഈ പാപ്പാന്മാരുണ്ടാക്കുന്ന പ്രോഗ്രാമിന്റെ ആന ഒരിക്കലും കാട്ടിലേക്ക് ഓടി പോകാൻ പാടില്ല, പാപ്പാന്മാരുടെ ജോലി ചെയ്യണം. അതിനെന്ത് ചെയ്യുമെന്ന് അറിയാവോ? ഈ ആനക്കുട്ടിയൊക്കെ പിടിക്കുന്ന എങ്ങനെ കാട്ടില്ല, വാലിക്കുട്ടി കുത്തി അതിനകത്ത് ചാടിച്ച് ആനക്കുട്ടിയെ പിടിക്കും. അതിനുശേഷം പാപ്പാനയുടെ സഹായത്തോടെ ആനയെ പരിശീലിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകും. ആനക്കുട്ടിയെ ആദ്യം പിടിക്കുമ്പോഴത്തേനും പാപ്പാന്മാരെ അറിയാവോ? ആനക്കുട്ടി കാട്ടിലേക്ക് ഓടി പോകുന്നു. അത് തടയാൻ വേണ്ടിയിട്ട് ആനക്കുട്ടിയുടെ കാലിൽ കട്ടിയുള്ള ചെങ്കല പടങ്ങാട്ട് കൂട്ടുകാലം കിട്ട് വലിയ നട്ടത്തെ കൊണ്ടേ കെട്ടിവെക്കും. അപ്പൊ ആനക്കുട്ടി എന്ത് ചെയ്യും? ആനക്കുട്ടി ആ ചങ്ങല പൊട്ടിക്കാൻ വേണ്ടി കാല് പൊഴിക്കുകയും ചവിട്ടുകയും ചാടുകയൊക്കെ ചെയ്യും. കാരണം ആനക്കുട്ടിക്ക് അമ്മയുടെ അടുത്തേക്ക് പോകണം, നാട്ടിലേക്ക് പോകണം. അപ്പം ആനക്കുട്ടി എവിടുത്തെ ചാടുകയും പൊഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ കുട്ടിയാനക്ക് ആന വെളിയാനുള്ള ശക്തിയില്ല. അത് തന്നെയല്ല, കട്ടി പൊടി ചെന്നാൽ പല പടങ്ങൾ കൂട്ടുകാരിൽ കൊടുത്തിരിക്കുക. അപ്പൊ ആനക്കുട്ടി എത്ര ചങ്ങല പോകത്തില്ല. പക്ഷേ